ഹായ് ഹലോ അസ്സാം വലൈക്കും. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഈസി ആയിട്ട് കുക്കറിൽ എങ്ങനെയാണ് ഒരു അയലപ്പെരട്ട് റെഡിയാക്കുന്നതെന്ന് നോക്കാം. പെരട്ട് റെഡിയാക്കാനായിട്ട് അയലമീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ചധികം തന്നെ വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചിയും 2 മുളകും 1 തണ്ട് കറിവേപ്പിലയും 1/2 സ്പൂൺ പെരിഞ്ജീരകവും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/2 സ്പൂൺ ഓയിലും 1/2 സ്പൂണിൻ്റെ അടുത്ത് തന്നെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മിക്സ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന അയലമീനിലേക്ക് നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ റെഡിയാക്കിയാലും മതിയാകും. നന്നായിട്ട് അരപ്പ് എല്ലാ സ്ഥലത്തും പറ്റത്തക്ക രീതിയിൽ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് 1.5 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടാക്കുന്ന സമയത്ത് 1/4 സ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കുക. ഇനി അതിലേക്ക് ഒരു 10-15 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ചെറിയ ഉള്ളി ഇല്ലെന്നുണ്ടെങ്കിൽ സവാള ഇട്ട് കൊടുത്താലും മതിയാകും. ചെറിയ ഉള്ളി ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ കറി കിട്ടുന്നതാണ്. ഉള്ളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു തക്കാളി കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വഴന്നു വരുന്ന സമയത്ത് അതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരപ്പ് പുരട്ടി വെച്ചിട്ടുള്ള അയല മീനില്ല, അതായത് ഇത് കണക്ക് കുക്കറിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ഉരുള പുളി നന്നായിട്ട് പിഴിഞ്ഞ് അതും കൂടെ തന്നെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് നെടുകെ കീറി അതും കൂടെ ഇട്ട് കൊടുക്കുക. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ 2 മഞ്ഞളിൻ്റെ ഇല വെച്ച് നന്നായിട്ട് ഇതൊന്ന് മൂടിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാഴയിലയോ എടുത്താലും മതിയാകും കേട്ടോ. വാഴയിലയോ മഞ്ഞളിൻ്റെ ഇലയോ എടുത്ത് അത് കണക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ചതിന് ശേഷം കുക്കർ അടച്ചൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ 2 വിസിലാണ് കേട്ടോ കേൾപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ നന്നായിട്ട് മീനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കുക്കറിൻ്റെ ഫ്ലെയിമിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ 1-2 വിസിലൊക്കെ കൂടാനും കുറയാനും ഒക്കെ ചാൻസ് ഉണ്ട്. ഇപ്പം തന്നെ നമ്മുടെ മീൻ നന്നായിട്ട് അരപ്പൊക്കെ പിടിച്ച് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു അയലപ്പെരട്ട് റെഡിയായിട്ടുണ്ട്. ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ലഞ്ച് കഴിക്കുന്ന സമയത്ത് ഒത്തിരി കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് മോര് കറിയും ഇതിൻ്റെ ഒരു കഷ്ണം മീനും മതിയാകും നമുക്ക് കഴിക്കാനായിട്ട്. നമുക്ക് ചോറ്റിനും ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു പെരട്ടാണ്. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.